വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാം ഓറിയൻറ്റേഷൻ്റെ പ്രിപ്പറേഷനിലാണ് ഉള്ളത്. എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അടുത്ത മന്തിലാണ് നമ്മളുടെ എക്സാം വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? എക്സാമിന് വേണ്ടി റെഡി ആയിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് സോഷ്യൽ സയൻസിലെ SSLC സോഷ്യൽ സയൻസിലെ എക്സാമിന് വരാവുന്ന ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ആൻസേഴ്സുകളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിലാണുള്ളത്. എല്ലാവരും നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സുകൾ കൃത്യമായി കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എല്ലാവർക്കും ഒന്നും കൂടെ നാഷണൽ അക്കാദമിൻ്റെ പേരിൽ, നാറ്റമിയുടെ പേരിൽ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും നമ്മളെല്ലാവരും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ലൈവ് ക്ലാസ്സിലും നിങ്ങളോട് പറയുന്നതാണ്. എന്നിരുന്നാലും സാർ ഒന്നും കൂടി പറയാണ്, നിങ്ങളുടെ കൂടെ ഒരു പേനയും നോട്ട് ബുക്കും ഉണ്ടാവണം. എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കൃത്യമായി നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതിലുണ്ടാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ കൃത്യമായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ആൻസറുകൾ നമ്മൾ നൽകുന്നതാണ്. ദെൻ ഫസ്റ്റ് ആയിട്ട് നമുക്കിനി ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ചാപ്റ്റർ 9 9ാമത്തെ അധ്യായമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്താണ് 9ാമത്തെ ചാപ്റ്റേഴ്സിൻ്റെ പേര്? ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്കിനി ഒരുപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് ഇനി പറയാനുള്ളത് നമ്മളുടെ ജിയോഗ്രഫിയെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയിലെ പ്രധാനമായിട്ടും നമുക്കിനി ഇതോടുകൂടി 9ാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫി ആണെങ്കിൽ 10ാമത്തെ ചാപ്റ്റർ നമ്മളുടെ ഇന്ത്യയിലെ കാലാവസ്ഥയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദെൻ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനുകൾ വായിച്ചല്ലോ അല്ലെ? ഡിഫൈൻ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ലൊക്കേഷനെ കുറിച്ചാണ്. ദെൻ ഇതിന് ആൻസർ എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് ലൊക്കേഷൻ ഈസ് ഗിവൺ ഇൻ ഡിഗ്രീസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് അല്ലെ? നമ്മളുടെ അക്ഷാംശ രേഖ അല്ലെ, രേഖാംശം, അക്ഷാംശം, രേഖാംശം എന്ന രീതിയിലാണ് നമ്മൾ കണക്ക് പറയാനുള്ളത്. വിൽ റിലേറ്റീവ് ലൊക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എ പോയിന്റ് ഓഫ് റെഫറൻസ് സച്ച് എ നിയർ ഓർ ഫാർ. ഓക്കെ, നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞാൽ എങ്ങനെയാണ്? അടുത്ത് അല്ലെങ്കിൽ ദൂരെ എന്നുള്ള രൂപത്തിലാണ് പറയാറുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇതിൽ. വാട്ട് ആർ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ഓഫ് ദ ഇന്ത്യൻ മെയിൻ ലാൻഡ് അല്ലെ? ഇന്ത്യൻ മെയിൻ ലാൻഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നീട്ടിട്ടുള്ള നമ്മളുടെ ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ചും ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ദ ഇന്ത്യൻ മെയിൻ ലാൻഡ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 37 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 97 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഇവിടെ ബോർഡിൽ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ കൃത്യമായി ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സിഗ്നിഫിക്കൻസ് ഡസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഹോൾഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാവുന്നതാണ്. എന്താണ്? ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ദ ക്യാൻസർ ഓഫ് ഇന്ത്യ ഡിവൈഡിങ് ഇൻ ടു ദ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. 2 ഭാഗങ്ങളായിട്ട് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ എന്നുള്ള ഭാഗങ്ങളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മാർക്കിംഗ് ദ കൺട്രീസ് ഓഫ് പൊസിഷൻസ് എൻറ്റയർലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? ഹൗ ഡസ് ദ ഇന്ത്യ ലൊക്കേഷൻ ഇമ്പാക്ട് ഇറ്റ് ഈസ് ട്രേഡ് റിലേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇന്ത്യസ് സ്ട്രാറ്റജീസ് ലൊക്കേഷൻ ഇൻ ഇന്ത്യൻ ഓഷ്യൻ ഫെസിലിറ്റീസ് ട്രേഡ് റൂട്ട്സ് ബിറ്റ്വീൻ യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഫോസ്റ്റിംഗ് ഗുഡ് ട്രേഡിംഗ് റിലേഷൻസ് സിൻസ് ആൻഷ്യൻ ടൈംസ് അല്ലെ? പുരാതന കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്താറുള്ളത് എന്നുള്ളതാണ്. ദെൻ യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഇടയിലാണ് ആ ഒരു കാര്യങ്ങൾ വരുന്നത്, ആ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എന്നുള്ളതാണ്. ദെൻ അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് കാണുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? നമുക്ക് കാണാവുന്നതാണ് കൃത്യമായിട്ട്. ആൻസർ: ഇന്ത്യസ് ഫിസിക്കൽ ഡിവിഷൻസ് ഇൻക്ലൂഡ് ദ നോർത്ത് മൗണ്ടെയ്ൻസ്, നോർത്ത് പ്ലെയിൻസ്, ഇന്ത്യ ഡിസേർട്സ്, coastal plains and islands, each characterized by the distinct
ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ദെൻ ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഡിഫൈൻസ് ദ നോർത്ത് പ്ലൈൻസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ദെൻ അതിൽ ആൻസർ എന്താണ്? ദ നോർത്തേൺ പ്ലൈൻസ് ലൈ ബിറ്റ്വീൻ ഹിമാലയാസ് അല്ലെ, നോർത്തേൺ പ്ലൈൻസ് കിടക്കുന്ന എവിടെയാണ്? ഹിമാലയങ്ങൾക്കിടയിലും പെനിൻസുലർ പ്ലാറ്റ്യൂക്കിടയിലുമാണ്. ഫോംഡ് ബൈ ദ സെഡിമെന്റ് ഡിപ്പോസിറ്റ് ഓഫ് ദ ഇൻഡൂസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് അല്ലെ, ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഒക്കെ ഇടയിലാണ്. കോൺട്രിബ്യൂട്ടിങ് ഇറ്റ് ഈസ് ഫെർട്ടിലിറ്റി അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റീവ് അല്ലെ, കാർഷിക മേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകുന്ന നദികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 9ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്കുള്ളത്. ദെൻ ഇതിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 10ാമത്തെ ചാപ്റ്റർ ആണ്. 10ാമത്തെ ചാപ്റ്റർ എന്താണ്? 10ാമത്തെ ചാപ്റ്റർ ദ ക്ലൈമാറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്ന അധ്യായമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്ലൈമാറ്റ്. നേരത്തെ നമ്മൾ ഇപ്പോൾ ജിയോഗ്രഫിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജിയോഗ്രഫിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ഇനി നമുക്ക് 10ാമത്തെ അധ്യായം ക്ലൈമാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ഇത് ചോദിക്കുക. കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് അതിന് ആൻസർ നൽകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ക്ലൈമാറ്റ് എന്നുള്ള 10ാമത്തെ അധ്യായമാണ്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമാറ്റ് അല്ലേ. വെദർ ആൻഡ് ക്ലൈമാറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഡിഫറൻസ് ആണ്? നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. വെദർ റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, സ്പെസിഫിക് പ്ലേസ് ആൻഡ് ടൈം അല്ലേ. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക സ്ഥലത്തെ മാത്രം കാലാവസ്ഥയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? പൊതുവെ വെദർ എന്ന് പറയാറുള്ളത്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഇപ്പോൾ ഒരു ഏരിയയെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താകാം, അവിടെ ഇന്ന് കാലവർഷം നല്ല മഴ ഉണ്ടായിരിക്കാം എന്ന് പറയാം അല്ലേ. ഓക്കെ, വേറെസ് ക്ലൈമാറ്റ് റെഫേഴ്സ് ടു ദ ലോങ് ടേം പാറ്റേൺസ് അല്ലേ. അതായത് ക്ലൈമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്ഥലത്തെ, ഇപ്പൊ ഇന്ത്യയിലെ ക്ലൈമാറ്റ് 3 മാസം നല്ല മഴയായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. അതാണ് ക്ലൈമാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് വെദർ കണ്ടീഷൻ ഓവർ എ ലാർജ് ഏരിയ ഫോർ എൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് അല്ലെ. 30 വർഷമായിട്ട് ഇന്ന സ്ഥലത്തെ രാജ്യത്തെ പ്രത്യേകമായിട്ടുള്ള മാസത്തിലെ കണക്ക് നോക്കിയിട്ടാണ് നമ്മൾ ക്ലൈമാറ്റ് എന്ന് പറയാറുള്ളത്. എന്നാൽ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒരു ചെറിയ ഷോർട്ട് ടൈമിനുള്ള കാലാവസ്ഥയാണ് നമ്മൾ വെദർ എന്ന് പറയാറുള്ളത്. ഓക്കെ, വെദറും ക്ലൈമാറ്റും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്ലൈമാറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടർ അഫക്റ്റിംഗ് ദ ക്ലൈമാറ്റ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ് ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡ് അല്ലെ, സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള ദൂരമാണ് 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ്, മൗണ്ടെയിൻ റേഞ്ചസ്, ഡയറക്ഷൻ ഓഫ് സർഫേസ് വിൻസ്, ദ അപ്പർ എയർ കറൻസ് അല്ലെ. അതായത് നമ്മളുടെ ഉയർന്ന പ്രദേശം, ഇതെല്ലാം നമ്മൾ എന്താക്കാറുണ്ട്, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് പറയാറുണ്ട്. ഓക്കെ, ജെറ്റ് സ്ട്രീംസ്, ഇതെല്ലാം ഇത്രയും 6 കാര്യങ്ങളും നമ്മളുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട് ഓഫ് ലൊക്കേഷൻ ഓൺ ഇന്ത്യസ് ക്ലൈമറ്റ് അല്ലെ. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലൊക്കേഷന്റെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അല്ലെ, വിവരണം തയ്യാറാക്കാനാണ്. ഇപ്പൊ എന്താണ് ആൻസർ? ഇന്ത്യ ലൊക്കേഷൻ നിയർ ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇൻഫ്ലുവൻസിങ് ഇറ്റ് ഈസ് ക്ലൈമറ്റ് വിത്ത് റിലീജിയൻ സൗത്ത് ഓഫ് ട്രോപ്പിക് ക്യാൻസർ ഓഫ് എക്സ്പീരിയൻസിങ് ട്രോപ്പോഫിക്കൽ ക്ലൈമറ്റ്, ദോസ് നോർത്ത് ഇറ്റ് ഈസ് എക്സ്പെർട്ടിങ് സബ് ട്രോപ്പോഫിക്കൽ ക്ലൈമറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ ഓക്കെ, അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സീ അഫക്ട് ഇൻ ഇന്ത്യ ക്ലൈമറ്റ് എന്നുള്ളതാണ് അല്ലെ. കടലിൽ നിന്നുള്ള ദൂരം എത്രത്തോളം കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്, എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, region closer to sea such as southern half of India experience moderated
temperatures due to the influence of the sea? Then will inland areas experience more extreme climate conditions എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻസ് 5 ആണ് പറയുന്നത്. വാട്ട് റോൾ ഡസ് ആൾട്ടിറ്റ്യൂഡ് പ്ലേ ഇൻ ഇന്ത്യാസ് ക്ലൈമറ്റ്? അപ്പൊ എന്താണ് ആൻസർ? ആൾട്ടിറ്റ്യൂഡ് എഫക്ട് ടെമ്പറേച്ചർ വിത്ത് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ബീയിങ് cooler cities located in hills of mountains like Shimla have cooler climates compared to those in plains such as Ludhiana എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഹൗ ഡസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സീ അഫക്ട് ഇന്ത്യാസ് ക്ലൈമറ്റ് എന്നുള്ളതാണ്. എന്താണ്? റീജിയൻ ക്ലോസർ ടു സീ സച്ച് ആസ് southern half of India experience moderate temperatures due to the influence of the sea. Then will island areas experience more extreme climate conditions എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഭാഗമായിരുന്നു കടലിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം കടലിന്റെ അടുത്താണോ അതിനനുസരിച്ചുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഓരോ ഭാഗത്തും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ദെൻ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് പറയുന്നത്. വാട്ട് റോൾ ഡസ് ആൾട്ടിറ്റ്യൂഡ് പ്ലേ ഇൻ ഇന്ത്യ ക്ലൈമാറ്റ്? ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നമ്മുടെ ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ്? ആൾട്ടിറ്റ്യൂഡ് അഫക്ട് ടെമ്പറേച്ചർ വിത്ത് ഹയർ ഏരിയ ബീയിങ് കൂളർ. ഒരു പക്ഷേ ഉയർന്ന മേഖലയിലേക്ക് പോകും തോറും അവിടെ തണുപ്പ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഷിംല ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ തണുപ്പ് പ്രദേശമാണ് ഉണ്ടാവാറുള്ളത്. സിറ്റീസ് ലൊക്കേറ്റഡ് ഇൻ ഹിൽസ് ഓർ മൗണ്ടൈൻ, അല്ലെ, ഉയർന്ന പർവ്വത നിരയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും തണുത്ത കാറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് മൗണ്ടൈൻസ് റേഞ്ചസ് ഓൺ ഇന്ത്യൻ ക്ലൈമാറ്റ്. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായിരുന്നു ഉയർന്ന പ്രദേശം, മലമ്പ്രദേശങ്ങളാകുമ്പോൾ എന്നുള്ളതാണ്. മൗണ്ടൈൻ റേഞ്ചസ് ലൈക്ക് ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ്, അല്ലെ, പശ്ചിമഘട്ട മലനിരകളും അതുപോലെ ഹിമാലയങ്ങളൊക്കെ ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഫക്ട് ഇന്ത്യൻ ക്ലൈമറ്റ് ബൈ ബ്ലോക്കിംഗ് കോൾഡ് വിൻഡ്സ് ഫ്രം സെൻട്രൽ ഏഷ്യ, അല്ലെ, മധ്യേഷ്യൻ ഭാഗങ്ങളിലൊക്കെ തണുത്ത അതിശക്തമായ കാറ്റിന് തടഞ്ഞു നിർത്തുന്നത് എന്താണ്? നമ്മളുടെ മൗണ്ടൈൻ റേഞ്ചസ് ആണ്, അല്ലെ, ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പർവ്വത നിരകളാണ് തടഞ്ഞു നിർത്തുന്നത് എന്നുള്ളതാണ്. ദെൻ കോസിംഗ് റെയിൻഫോൾ ഓൺ ദർ വിൻവാർഡ് sides and creating rain shadows on their leeward sides. അതായത് ആ പ്രദേശങ്ങളൊക്കെ നല്ല മഴ ലഭിക്കുന്ന ഒരു ഏരിയ കൂടി ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അതിൽ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഹൗ ഡു സർഫേസ് വിൻഡ് ഇമ്പാക്ട് ഇന്ത്യാസ് ക്ലൈമാറ്റ്, അല്ലേ? പ്രദേശങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ ടോട്ടലായിട്ട് 6 കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ചോദിക്കുകയാണ്. എന്താണ്? സർഫേസ് വിൻഡ് ഇൻക്ലൂഡിങ് മൺസൂൺ വിൻഡ്സ്, അല്ലെ, ഇത് മൺസൂൺ വിൻഡും കൂടി ഉൾക്കൊള്ളിട്ടുള്ള കാര്യമാണ്. ലാൻഡ് ആൻഡ് ബ്രീസസ്, അല്ലെ, കടലും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം കടലിന്റെ അടുത്തേക്ക് പോകുന്നുവോ അത്രത്തോളം കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. ദെൻ ഇൻഫ്ലുവൻസ് ഇൻ ടെമ്പറേച്ചർ വേരിയന്റേഷൻ, ഇവിടെയൊക്കെ ടെമ്പറേച്ചർ വേരിയന്റേഷൻ അനുഭവപ്പെടാറുണ്ട്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അപ്പർ എയർ കറന്റ് ലൈക്ക് ജെറ്റ് സ്ട്രീംസ്. എന്താണ് ആൻസർ? ജെറ്റ് സ്ട്രീംസ് ലൊക്കേറ്റഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ഇന്ത്യാസ് ക്ലൈമറ്റ് ബൈ ബ്രിങ്ങിങ് സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ഫ്രം ദ വെസ്റ്റ് ഡ്യൂറിങ് വിന്റർ. അതായത് നമ്മളുടെ മധ്യഭാഗത്തേക്ക് പോകും തോറും ഉയർന്ന പ്രദേശങ്ങളിൽ കിട്ടുന്ന തണുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണെന്ത്? ജെറ്റ് സ്ട്രീമുകൾ. ഇതെങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ അതിൽ പറയുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ മൺസൂൺ? മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഡസ് ഇറ്റ് എഫക്ട് ഇന്ത്യൻ ക്ലൈമാറ്റ്? ഇന്ത്യൻ കാലാവസ്ഥയെ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അല്ലെ? എഫക്റ്റ് അല്ല, അഫക്റ്റ് ആണ്. അഫക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ്? ഇന്ത്യയെ സാരമായി ബാധിക്കുക എന്നുള്ളതാണ് AFFECT
മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഫക്ട് ആണെങ്കിൽ ഈ ആണെങ്കിലോ ഫസ്റ്റ് അത് അനുകൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എഫക്ട് എന്താണ്? ദ മൺസൂൺ ഈസ് സീസണൽ റിവീൽസ് ഓഫ് ദ വിൻഡ് ഡയറക്ഷൻ അല്ലെ, വിൻഡ് ഡയറക്ഷന്റെ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ മൺസൂൺ എന്നുള്ള വാക്ക് അറബ് ഭാഷയിൽ നിന്നുമാണ്, അറബ് ലാംഗ്വേജിൽ നിന്നാണ് എന്തായിട്ടുള്ളത്, ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു മൺസൂണിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. മൺസൂൺ എന്നുള്ള വേർഡ് എവിടുന്നാണ് ഡിറൈവ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് മനസ്സിലാക്കി വെക്കുക. മൺസൂൺ എന്നുള്ള വാക്ക് എന്താണ്? അറബ് പദമാണ് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ അഗ്രികൾച്ചർ. ഇന്ത്യ ഇൻഫ്ലുവൻസ് കൺട്രി എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതത്തിലും സാമ്പത്തികവുമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, കാർഷിക മേഖലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണത് മൺസൂൺ എന്നുള്ളത്, മൗസിം എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൺസൂൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മൺസൂണിന്റെ മൗസിമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മൺസൂൺ ആർ ഇറഗുലർ വിൻഡ് അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക്കൽ കണ്ടീഷൻസ് റിസൾട്ടിംഗ് ഇൻ varying onset times, distributions of rainfall across different regions of India. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന കാറ്റിനെയും അതുപോലെ തന്നെ മഴയേക്ക് അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് കാലാവസ്ഥ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറെന്റ് സീസൺ ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഫ്യൂച്ചേഴ്സ്. എന്തൊക്കെയാണ് മാറ്റങ്ങളാണ്, എന്തെല്ലാം ഫ്യൂച്ചേഴ്സുകളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇന്ത്യ എക്സ്പീരിയൻസ് 4 സീസൺസ് അല്ലെ, 4 സീസണുകളാണ് ഇന്ത്യയിലുള്ളത്. കോൾഡ് വെതർ സീസൺ അല്ലെ, ഡിസംബർ ഫെബ്രുവരിയാണ് കോൾഡ് വെതർ ഉണ്ടാകുന്നത്. ഹോട്ട് വെതർ സീസൺ അല്ലെ, മാർച്ച് മെയ് കാലഘട്ടങ്ങളാണ്. അഡ്വാൻസ് ഇൻ മൺസൂൺ സീസൺ ജൂൺ സെപ്റ്റംബർ മാസങ്ങളാണ്. ആൻഡ് പോസ്റ്റ് മൺസൂൺ സീസൺ ഒക്ടോബർ നവംബർ മന്തുകളാണ്. ഈച്ച് വിത്ത് ഡിസ്റ്റിങ്ക്ട് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫാൾ പാറ്റേൺസ്. ഓക്കെ, ഇതാണ്. ഇനി 12 ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ വെരി അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ മഴ എങ്ങനെയാണ് ചോദിക്കുന്നത്. റെയിൻഫാൾ ഇൻ ഇന്ത്യ വേരീസ് വൈഡ്ലി വിത്ത് ഹെവി റെയിൻഫാൾ അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്, സബ് ഹിമാലയാസ് റീജിയൻ ആൻഡ് നോർത്തേൺ ഹിൽസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഗതാഗത മാർഗവും ആശയവിനിമയം എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്താണ്, വാട്ട് ആർ ദ പ്രൈമറി റോൾസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെയും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്താണ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ട്രേഡ് ആൻഡ് മൊബൈലിറ്റി വിൽ കമ്മ്യൂണിക്കേഷൻ കീപ് അസ് ഇൻഫോംഡ് ആൻഡ് കണക്റ്റഡ് വിത്ത് എൻഹാൻസിങ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് അല്ലെ, സാമൂഹിക സാമ്പത്തിക മേഖലകളിലൊക്കെ ഈ ഒരു നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, ഹൗ ഡു റോഡ്സ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ എക്കണോമിക് ഗ്രോത്ത് അല്ലെ, സാമൂഹിക സാമ്പത്തിക മേഖലകളെ എത്രത്തോളമാണ് അത് മെയിൻ ആയിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് അപ്പൊ ഇതിന് ആൻസർ, റോഡ്സ് പ്രൊവൈഡ് door-to-door service, connect rural and urban areas and facilitate the movement of people and goods, thus fostering socio-economic development. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്. റോഡിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ വർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് റോഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, മെറ്റൽ ആൻഡ് അൺമെറ്റൽഡ് ആൻഡ് കൺസ്ട്രക്ടിങ് മെയിൻറ്റെയിൻ അതോറിറ്റി ഗവൺമെന്റ് ഏജൻസീസ് ആണ്. ഓക്കെ, ദെൻ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ ആർ റെയിൽവേ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കൺട്രീസ് ഡെവലപ്മെന്റ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൽവേകൾ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്, റെയിൽവേസ് ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ബൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ്ലി ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കണക്ടിവിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേ ഇൻ ഡിഫറെന്റ് റീജിയൻ എന്നുള്ളതാണ്. എന്നാൽ വ്യത്യസ്ത മേഖലകളിൽ റെയിൽവേ കൊണ്ടുണ്ടാകുന്ന വികസനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ സ്വാധീനങ്ങളാണ്, ടെറൈൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്കണോമിക് വാല്യബിലിറ്റി ഇൻഫ്ലുവൻസ് റെയിൽവേ ഡെവലപ്മെന്റ് ഇൻ വേരിയസ് റീജിയൻ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് പറയുന്നത്, ഹൗ
ഹാസ് ഇന്ത്യൻ റെയിൽവേസ് ഇവോൾവ്ഡ് ഓവർ ടൈം എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യൻ റെയിൽവേസ് സ്റ്റാർട്ടിങ് ഇൻ 1853 ഹാസ് ഗ്രോൺ to become a largest in Asia and the fourth largest globally with extensive coverage and significant contributions to the economic എന്നുള്ളതാണ്. Okay, then അതിലെ 7th question ആണ് ഡിസ്കസ് ചെയ്യുന്നത്. What are the advantages of water transport? Then water transport is cost effective, efficient for the transporting heavy goods, environmentally friendly and crucial for cross continental transports like പ്ലാറ്റ്ഫോം പെട്രോളിയം പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് വാട്ടർ വേസ് ഇൻ ഇന്ത്യ? എന്തൊക്കെയാണ് ജലമാർഗങ്ങൾ? എന്തൊക്കെയാണ്? ഇന്ത്യ ഹാസ് ഇൻലാൻഡ് വാട്ടർ വേസ്, റിവേഴ്സ് ആൻഡ് കനാൽസ് ആൻഡ് ഓഷ്യനിസ്റ്റ് വാട്ടർ വേസ്, കോസ്റ്റൽ ആൻഡ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈ ഈസ് എയർ ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് ദ മോഡേൺ ഏജ്? ആധുനിക കാലത്ത് എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷന് അത്ര പ്രാമുഖ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വായു ഗതാഗതമാണ്. അപ്പൊ അതിൽ എയർ ട്രാൻസ്പോർട്ട് ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാവൽ അല്ലെ. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വായു ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ടാണ് അല്ലെ, ഏറ്റവും വേഗത്തിലുള്ള റൂട്ടാണെന്ത്? എയർ ട്രാൻസ്പോർട്ട്. ഓവർകമ്മിങ് സർഫേസ് ഒബ്സ്റ്റാക്കിൾസ് ക്രൂഷ്യൽ ഫോർ നാഷണൽ ഡിഫൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഗ്ലോബൽ കണക്ടിവിറ്റി ആൻഡ് ട്രേഡ് അല്ലെ. വാണിജ്യ മേഖലയിലും ഗ്ലോബലി ആയിട്ടുള്ള എല്ലാ കണക്ടിവിറ്റിയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റസ്റ്റ് റൂട്ടാണ് എന്ത്? നമ്മളുടെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ആർ ദ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ക്ലാസിഫൈഡ്? ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പ്രൊവൈഡേഴ്സ് with service like Pandan Helicopter Ltd Limited catering to specific sector അല്ലെ. അതായത് പ്രധാനപ്പെട്ടുള്ള ഒരു മേഖലയെ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്ന പ്രൈവറ്റ് സെക്ടറുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈ ഈസ് കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യലി ഇൻ എവറിഡേ ലൈഫ്? എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ്സ് ഷെയറിംഗ് ഇൻഫർമേഷൻ, കണക്റ്റിംഗ് വിത്ത് ദ others and coordination activities, thereby എൻഹാൻസിങ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ സയൻസിൽ 9, 10, 13 അധ്യായങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ ഇംഗ്ലീഷിൽ കൊടുക്കാനുള്ള കാരണം? നമ്മൾ ക്വസ്റ്റ്യൻ വരൽ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് ഞാൻ ആൻസർ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കുക. താങ്ക് യു to all.